സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു പ്രാവശ്യവും കൂടി ഒരുമിച്ച് വരുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പ്രാരംഭ പ്രാർത്ഥന ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോട് അപേക്ഷിക്കുന്നു. അച്ഛാ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവെ, ഒരു ദിവസം കൂടി അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പലയിടങ്ങളിൽ ഒരുമിച്ച് ഒരേ ആത്മാവിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടുത്തെ പാടി സ്തുതിപ്പാനും അവിടുത്തെ കൃപകളെ ധ്യാനിപ്പാനും അവിടുന്ന് നൽകുന്ന നന്മകളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാനും ലഭിക്കുന്ന നന്മകളെ പങ്കിട്ട് ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ കൂടിവരവ് അനുഗ്രഹത്തിനായി തീരണമേ. കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹത്തിനായി തീരണമേ. 30, 60, 100 മേനിയായി ഫലം കായ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകണമേ. നല്ല നിലത്ത് ഒരുക്കിയ വിത്ത് പോലെ അത് വളർന്ന് പന്തലിച്ച് അനേകർക്ക് ഫലം കൊടുപ്പാനും ഞങ്ങൾക്കിടയാകണമേ. ഇത് ഞങ്ങൾക്ക് നഷ്ടമായി പോകാതെ ജീവിതത്തിന്റെ വഴിയാത്രയിൽ വഴിയാഹാരമായി ഞങ്ങളോടൊപ്പമായിരിക്കാൻ ഇടയാക്കണമേ. ഓരോരുത്തരെയും തിരുസന്നിധിയിൽ തരുന്നു. സംബന്ധിക്കാൻ കഴിയാതെ പോയവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യഭാരങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. നിനക്ക് ഹിതമെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗികളെ അവിടുന്ന് താങ്ങണമേ. നിന്റെ അദൃശ്യ വലതുകരം നീട്ടി തൊട്ട് സൗഖ്യമാക്കണമേ. എഴുന്നേറ്റ് നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകണമേ. അവരോട് പ്രവൃത്തി മേഖലകളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയും ദാനമാതലിക കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണം. നാളുകളുടെ അനുഭവങ്ങളെ ഇന്നേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാഹരിപ്പാനും നിങ്ങളുടെ വഴിയാത്രയിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കാനും അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് വചനം ഞങ്ങൾക്ക് നൽകുന്ന ആചാര്യശ്രേഷ്ഠനെയും അനുഗ്രഹിക്കണമേ. കൃപയാൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും അതിനായി ഒരുക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയവരെ അബ്രഹാമ്യ ഭവനോസിപ്പിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. ദേശത്തെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ദൈവിക ശുശ്രൂഷകർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കാലിഫോർണിയയുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. പ്രകൃതിയുടെ ക്ഷോഭത്താൽ, പ്രയാസത്താൽ, തീയുടെ ആഘാതത്താൽ പ്രയാസപ്പെടുന്ന എല്ലാവരെയും, ജീവൻ നഷ്ടപ്പെട്ടവരെയും സമ്പത്ത് നഷ്ടപ്പെട്ടവരെയും വീടുകൾ നഷ്ടപ്പെട്ടവരെയും എല്ലാം തിരുസന്നിധിയിൽ തരും. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശാന്തമാകുക എന്ന് കൽപ്പിച്ച ദൈവം ഈ പ്രകൃതിയോടെ കനിയണമേ. അടിയങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ഓർക്കാതെ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങളുടെ കൂടിവരവ് അനുഗ്രഹത്തിനായി തീരണമേ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കും. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. ആമേൻ, ആമേൻ. ത്രിയേകദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൊച്ചമ്മമാർക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള 802 കോടി ജനങ്ങൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യപ്പെടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അടിയങ്ങൾ അവിടുത്തെ കൃപയ്ക്കായി യാചിക്കുന്നു. അവിടുത്തെ വാഗ്ദാന പ്രകാരം അടിയങ്ങളോട് കൃപയുണ്ടാകണമേ. യോഹന്നാൻ മാഗ്ദാനയുടെ ശിരച്ഛേദവും സ്തെഫാനോസ് രക്തസാക്ഷിത്വം എല്ലാം നാം ഓർക്കുന്ന ഈ സമയത്ത് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട
ബേബി സണിയാണ് പാട്ട് പാടുന്നത്. ബേബി. ബേബി കേൾക്കാം. ഓക്കെ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹം ആകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹം ആകട്ടെ. ദുഃഖിത ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുന്നിൽ, ദുഃഖിത ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുന്നിൽ, മുൾമൂടി ചൂടി കുരിശും ചുമന്നിത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും, മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹം ആകട്ടെ. പ്രിയപ്പെട്ട ബേബിയെ, കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മോടൊപ്പം കർത്താവ് നമുക്ക് ഇവിടെ സന്നിഹിതനാണെന്നും പരിശുദ്ധ അമ്മ സന്നിഹിതയാണെന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും എല്ലാവരും നമ്മുടെ കൂടെ പ്രാർത്ഥനയിലുണ്ടെന്നും നാം വിശ്വസിക്കുന്നുവല്ലോ. ഇന്ന് ഡാലസ് റീജിയനാണ് ഈ പ്രാർത്ഥന നയിക്കുന്നത്. ഡാലസ് റീജിയനിലെ എല്ലാവരെയും, എല്ലാ ദൈവാലയങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, കൊച്ചമ്മമാര്, റീജിയണൽ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറിമാരെ, എല്ലാ മെമ്പേഴ്സിനെ, ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. റീജിയൻ സെക്രട്ടറി യാത്രയിൽ ആണ്, ചെന്ന് ക്ഷേമമായി എത്തിയിരിക്കും എന്ന് വെച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും അവിടെയൊക്കെയും രോഗാവസ്ഥയിലും കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങളിലുമാണ്. എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം 2009 മുതൽ ഈ മർമറിയം സമാജത്തിന്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട ആശുമാര്, ജനറൽ സെക്രട്ടറി, റീജിയണൽ സെക്രട്ടറി, എക്സാമിനേഷൻ കോർഡിനേറ്റേഴ്സ്, ട്രഷറർ, ഓഡിറ്റർ, എല്ലാ ഭാരവാഹികളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. തലകൾ വണക്കിയിരിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വേദോത്സവം വായിച്ച് നമ്മെ സഹായിച്ച വത്സാശ്ശേരി മൊളി ചിറക്കൽ വരെയും അനുഗ്രഹിക്കണമെന്ന്, ബഹുമാനപ്പെട്ട ബ്രാഹ്മണനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം വായിക്കുകയാണ്.
പരിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട സൂസൻ വർഗീസ് വായിക്കും. എല്ലാവരും വേദവസ്തവം എടുത്തു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സൂസൻ വർഗീസ് വായിച്ചാട്ടെ. എഫേസ്യർ 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സേനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. പാർക്കും. സൂസൻ വർഗീസിനെ കുടുംബത്തിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം എന്ന ആത്മാവിന്റെ വാളിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഇന്ന് വചനം നമ്മളോട് പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥനയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഒപ്പം എല്ലാ നമ്മുടെ ഭാരവാഹികളും ഒപ്പം നമ്മളോട് പ്രാർത്ഥനയെ സംബന്ധിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷവും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതുമായ കാര്യമാകുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കൗമ ചൊല്ലി പ്രാർത്ഥന തുടരണമേ എന്ന് അപേക്ഷിക്കുന്നു. കൗമ ചൊല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിനോദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദൂരമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മയെ വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛൻ അനുതാപ പ്രാർത്ഥന ചെയ്യണമേ. പാർക്കുമോർ എന്റെ സർവ്വത്തിന്റെയും ഉടയവനെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തുവല്ലോ. കർത്താവ് ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായ സ്ലീവായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്ന വിശുദ്ധ ജീവിതവും സുഹൃത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യതമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസന മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
ആമേൻ. നമ്മുടെ അച്ഛനെയും കൗമയും അനുതാപ പ്രാർത്ഥന ചൊല്ലിയ 2 അച്ഛന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പാട്ട് പാടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട സ്മിത സുഭാഷ് പാട്ട് പാടണമെന്ന് അപേക്ഷിക്കും. കേൾക്കാമോ ആൻറ്റി? കേൾക്കാം. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ, എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ, എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, ഇരുൾ മൂടിയ വാനവും കുടിചൂടിയ ചന്ദ്രനും അലിവില്ലാതിളകുന്ന കടലും. ഇരുൾ മൂടിയ വാനവും കുടിചൂടിയ ചന്ദ്രനും അലിവില്ലാതിളകുന്ന കടലും. ഇളകുന്ന തോണിയിൽ ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ കൃപയാൽ. ഇളകുന്ന തോണിയിൽ ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ കൃപയാൽ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. താങ്ക് യു. പ്രിയപ്പെട്ട സ്മിത സുഭാഷിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ധ്യാന പ്രസംഗത്തിലേക്ക് നമ്മൾ നയിക്കുന്ന സമയമാകുന്നു. 100ഓളം പേർ ഒന്നിച്ച് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ദിവസവും വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് ദൈവത്തിന്റെ വചനത്തിന് ശ്രദ്ധിക്കുന്ന സമയമാകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട സമയമാണ്. വചനം പറയുന്ന ബഹുമാനപ്പെട്ട അച്ഛനും കേൾക്കുന്ന നമ്മളും പ്രമാണിക്കേണ്ട നമ്മളും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഏറ്റവും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുകയും കഴിഞ്ഞ ദിവസം അഭിവന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ഓരോരുത്തരും വീണ്ടും 100ഓളം പേർ ഒന്നിച്ചിരുന്ന് നാം പ്രാർത്ഥിക്കാവുന്നു. വീണ്ടും ആൾക്കാരെ ഓരോരുത്തരെയും കൂടി കൂട്ടിക്കൊണ്ടുവരുവാനും എല്ലാവരുടെയും നാം ശുദ്ധീകരിക്കപ്പെടുത്തക്കോണം ആവശ്യങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്ന എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ ബഹുമാനപ്പെട്ട മാത്യു കോശിയച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് കൂടി വരുവാൻ ദൈവം ഇടയാക്കി. ഈ കൂടിവരവ് അനുഗ്രഹത്തിനായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കൂടിവരവ് പരസ്പരമുള്ള ദൈവസ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനകൾക്കുമൊക്കെ ഉപയുക്തമാകുമെങ്കിൽ ഈ പ്രാർത്ഥന അനുഗ്രഹീതമാണ്. വെറുതെ കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ
കേൾക്കുന്നത് പ്രയോജനമല്ല, അത് ഫലമാകുമ്പോഴാണ്. നമ്മളൊരു വിത്ത് നട്ട് അത് മരമായി എത്ര പടർന്ന് പന്തലിച്ചാലും അതിൽ നിന്ന് ഫലം നൽകുന്ന ഒന്നാകണം. മനുഷ്യന് ഒരിക്കലും ഇല്ലാത്ത ഒരു സാധനമാണ് തൃപ്തി. ആ തൃപ്തി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്നതല്ലെങ്കിലും ദൈവവചനം നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരു പക്ഷി ഒരു മാങ്ങ അല്ലെങ്കിൽ പഴുത്തു നിൽക്കുന്ന ഒരു ഫലം അത് ഭക്ഷിക്കുമ്പോൾ അതിനാവശ്യമുള്ളത് മാത്രം ഭക്ഷിച്ചിട്ട് അത് പറന്നു പോകും. ബാക്കി അടുത്ത പക്ഷിക്ക് വേണ്ടി വെക്കും. അതിന് തൃപ്തിയായാൽ അത് മാറിപ്പോകും. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തൃപ്തി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹത്തിൽ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിച്ചാൽ എപ്പോഴാണ് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സമയമില്ല, അങ്ങനെ ഒരു സന്ദർഭമില്ല. പക്ഷേ ദൈവവചനം നമ്മളെ തൃപ്തിപ്പെടുത്താൻ ഇടയാകുന്നതും ജീവിതത്തിന് ചില വഴിയാത്രകളിൽ വഴികാട്ടിയാകുന്നതും വെളിച്ചമാകുന്നതും ഒക്കെയാണ്. ആ വെളിച്ചത്തിന്റെ അനുഭവം നമ്മളെ ഒരുപോലെ സ്നേഹത്തിലേക്കും കരുതലിലേക്കും വേദനകളിൽ താങ്ങുന്നതിലേക്കും ഒക്കെ നയിക്കുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാകും. അതിനുള്ള കേൾവികളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വചനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വചനങ്ങളെ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മാത്യു കോശി അച്ഛനാണ്. ബിജു അച്ഛൻ എന്ന് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കും. അറ്റ്ലാന്റ ഇടവകയുടെ വികാരിയാണ്. വൈദിക സംഘത്തിന്റെ ചുമതല പ്രിയപ്പെട്ട അച്ഛൻ അതിന്റെ നേതൃത്വം വഹിക്കുന്നു. അച്ഛനെ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് തന്നെ അപകടമാണ്. കാരണം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തലിലേക്കൊന്നും പോകുന്നില്ല. അച്ഛനെ ഞാൻ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആദ്യത്തെ ഒരു മെസ്സേജിന് തന്നെ അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം അച്ഛൻ ഇടയാക്കി. അച്ഛൻ്റെ സ്നേഹത്തിന്, കരുതലിന്, ഉപദേശങ്ങൾക്ക് നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ഇന്നത്തെ ദൈവവചന നൽകുന്നതിലേക്ക്, നമ്മെ പഠിപ്പിക്കുന്നതിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവം ഈ സമയം MMBSന്റെ ഭദ്രാസന ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ? കേൾക്കാം. പ്രിയ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാന്യനായ എബി അച്ഛൻ, സ്നേഹമുള്ള സഹോദരികളെ, മറ്റു വൈദികരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അഡ്രസ് ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ചയുടെ ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനും ഒക്കെയുള്ളൊരു അവസരം ദൈവം ഒരുക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പള്ളികളിലൊക്കെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. ഈ ഉപവാസത്തിന്റെ ദിവസമാണ്. ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. ദീർഘമായൊരു ആമുഖം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛന് ഇതിനുവേണ്ടി എന്നെ നിയോഗിച്ചു എന്നുള്ളത് കൊണ്ടുള്ള പ്രത്യേക സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരു 10-15 മിനിറ്റാണ് അച്ഛന് അനുവദിച്ചിട്ടുള്ളത്. ഒരു ചെറിയ വേദഭാഗം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ചിന്തയ്ക്കും ധ്യാനത്തിനും വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്. സദൃശ്യവാക്യങ്ങൾ പ്രോവർബ്സ് ചാപ്റ്റർ 11:2. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അതിന്റെ ഇംഗ്ലീഷോടെ വായിക്കുന്നു. Wherever arrogance enters, there also is dishonor, but the mouth of the humble meditates on wisdom. പലപ്പോഴും നമ്മൾ ഈ സദൃശ്യവാക്യങ്ങൾ മുഴുവനും അച്ഛൻ ഓർപ്പിച്ചതുപോലെ പ്രബോധനങ്ങളാണ്.
പ്രബോധനങ്ങൾ ചെവി കൊടുക്കാത്തവൻ മൂഢനാണ് എന്ന് തന്നെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. പ്രബോധനം നമുക്ക് ആവശ്യമാണ്. നിരന്തരമായ ഏത് പ്രായത്തിലും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അവരുടേതായ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രബോധനങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ജീവിതാവസാനം വരെയും പ്രബോധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രബോധനങ്ങൾ നിരസിക്കുന്നത് ആത്മഹത്യാപരമാണ്, അഹന്തയുടെ ഒരു പ്രതിഫലനമാണ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാൻ സാധിക്കും. ഇവിടെ അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു എന്നാണ്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. അഹങ്കാരം ഒരു സ്ഥലത്ത്, ലജ്ജ വേറൊരു സ്ഥലത്ത്. പക്ഷെ ഇത് തമ്മിലൊരു വളരെ ബന്ധമുണ്ടെന്ന് വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്ഞാനിയായ ശലോമോൻ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഹങ്കാരം എന്താണെന്നും ലജ്ജ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതായ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും. ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ പ്രൈഡ് എന്നൊക്കെ, അല്ലെങ്കിൽ അരഗൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ ഒരു പക്ഷേ അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഇപ്പൊ മനുഷ്യൻ ഇൻഡിവിജ്വാലിറ്റി, മനുഷ്യന്റെ വ്യക്തിത്വം അത് പാലിക്കാൻ, അത് നമുക്ക് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ള നിലയിലുള്ള ധാരാളം ഉദ്ബോധനങ്ങൾ, പ്രബോധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇൻഡിവിജ്വാലിറ്റി മനുഷ്യന് ആവശ്യമാണ്. ഇൻഡിവിജ്വാലിറ്റിയും ഈ അരഗൻസും തമ്മിൽ ഒരു ചെറിയ ലൈൻ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യന്റെ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ആണോ പ്രൈഡ് ആണോ ഉള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡിവിജ്വാലിറ്റി മനുഷ്യന് ആവശ്യമാണ്, അവന്റെ വ്യക്തിത്വം നിലനിർത്താനായിട്ട് സാധിക്കണം. പക്ഷേ അഹന്ത ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഈ ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് അഹന്തയുടെ ഒരു ഉത്ഭവം നമുക്കറിയാം. ഇപ്പൊ ഈ ഞാൻ എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. അപ്പൊ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, നീ ആര് എന്നാണ് ഞാൻ നിന്റെ ജനത്തോട് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ആം ദാറ്റ് ഐ ആം, അല്ലേ? ദൈവം മറ്റൊന്നും പറഞ്ഞില്ല. മറ്റൊരു എന്തെങ്കിലും ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നേച്ചറോ ഒന്നും തന്നെ ദൈവം വെളിപ്പെടുത്തിയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പൊ ദൈവത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ ഞാനെന്നുള്ള വാക്ക്. ഞാൻ സർവത്തിന്റെയും അധിപനാണ് എന്നൊന്നും ദൈവം പറഞ്ഞില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഞാനെന്ന ഭാവം, നമ്മൾ മലയാളത്തിൽ പറയും ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് മനുഷ്യന്റെ അഹന്ത അല്ലെങ്കിൽ ഈഗോയെ മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ അത് ഒരു എക്സസീവ് ഈഗോ ആയിട്ട് പോകുമ്പോഴാണ് പ്രശ്നമായിട്ട് ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഈ ഞാനെന്ന ഭാവത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരിക്കണം. കർത്താവ് തൻ്റെ ഉപദേശങ്ങളിൽ, സുവിശേഷങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നത് താഴ്മ, വിനയം, ഇങ്ങനെയുള്ള ക്വാളിറ്റീസാണ്. ഇപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതം തന്നെ ദൈവ അനുരൂപരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതാണ്. ദൈവാനുരൂപരായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണല്ലോ ദൈവത്തിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ്, യു ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ എന്ന് പറയാൻ കാരണം അതാണ്. ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ വരണം. നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു അക്വയർ ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്, ഇല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ വരണം. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ആ സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയാം. ആ ഡിവൈൻ വെർച്യൂസ് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ കല്യാണത്തിന്റെ ശുശ്രൂഷയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവരെ രണ്ടുപേരെയും നല്ല സ്വഭാവികളാക്കണം, ഇല്ലേ? ദൈവിക സ്വഭാവത്തിലേക്ക് നയിക്കണമെന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ ലക്ഷ്യം അതാണ്. നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിലുപരി ദൈവാനുരൂപരായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷ്മതയോടുകൂടി നമ്മുടെ വ്യക്തിത്വത്തിൽ കരുതേണ്ടതായ ഒന്നാണ് നമ്മളുടെ ഈഗോ, അല്ലെങ്കിൽ നമ്മുടെ ഞാനെന്ന ഭാവം നമ്മളെ അഹന്തയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സൈക്കോളജി അനുസരിച്ച്, മനഃശാസ്ത്രം അനുസരിച്ച്
ഉള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, നിങ്ങൾക്ക് പലർക്കും അറിയാം, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി സിംറ്റംസ് ഉണ്ട്. ഇപ്പം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗ്രാൻഡിയോസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്, അങ്ങനെ പറയാം. എക്സസീവ് നീഡ് ഓഫ് അഡ്മറേഷൻ, disregard for others' feelings, an inability to hand any criterion and a sense of entitlement. ഇങ്ങനെ ഒത്തിരി സ്വഭാവം ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അമിതമായ സ്വയപ്രാധാന്യം, അമിതമായ എക്സസീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സെൽഫ്. ഇത് ഒരു ഡിസോർഡർ ആയിട്ടാണ് മനഃശാസ്ത്രം, സൈക്കോളജി പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെയുള്ള ആളുകളുണ്ട്, അതിന്റെ ഏറ്റക്കുറച്ചിലുണ്ട്, പല അതിന്റെ ലെവലിൽ അതിന്റെ ഇന്റൻസിറ്റി ഉള്ള ആളുകളുണ്ട്. എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ, അല്ലെങ്കിൽ വാസന ഉണ്ടാകും. അങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സൈക്കോളജി പറയാൻ വേണ്ടിയല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. നമ്മളുടെ എല്ലാം ചില ആളുകളോട് നമ്മൾ സംസാരിച്ചാൽ അറിയാം, അവർക്ക് അവരെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രണ്ടുപേരെ സംസാരിക്കുകയാണെങ്കിൽ മറ്റേ ആളിനെ കുറിച്ചോ ആ ആളിന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയാനില്ല. എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം, സ്വന്തം പൊങ്ങച്ചങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം അച്ചീവ്മെന്റ്സ്, പലതും ഇല്ലാത്തതായിരിക്കും. അപ്പൊ അതിനകത്താണ് അവർ വലിയ ഒരു സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഗ്രാൻഡിയോസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്കറിയാം, അവർക്ക് they don't have any compassion or empathy or kindness towards anyone. അപ്പൊ ഇതാണ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലക്ഷണം. അപ്പൊ ഇവിടെ ശലോമോൻ പറയുന്നത് അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ഏദൻ തോട്ടത്തിലാണ്. നിങ്ങൾക്കറിയാം, അവിടെ സംഭവിച്ചത് മനുഷ്യന്റെ ആഫ്റ്റർ ദ ഫോൾ, അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് ദ ഫോൾ എന്നുള്ളതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഷെയിം, ലജ്ജ, ഡിസോണർ എന്നുള്ളത് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് അതിന് കാരണം? അപ്പൊ അവന് ലജ്ജ ഉണ്ടായി എന്നുള്ളതാണ്, ഇല്ലേ? അതുകൊണ്ടാണ് അവന് വസ്ത്രം ധരിക്കുന്നത്. അതൊക്കെ ഒരു ആലിഗോറിക്കലായിട്ട് പറയുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ആത്യന്തികമായിട്ട് അവന്റെ വ്യക്തിത്വത്തിൽ സംഭവിച്ച ഒരു ഷെയിമാണ്. ഷെയിം എന്ന് പറയുന്നത് കൾച്ചറൽ ബേസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഷെയിം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കളക്റ്റീവ് കൾച്ചറിൽ, നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് കൾച്ചറിലുള്ള ആളുകളാണ്. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിൽ അമേരിക്കയിൽ ഇത് വലിയൊരു പ്രോബ്ലം ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേരാണ് കുടുംബമായിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നിട്ട് ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു. മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് അവർ പോയി തൂങ്ങിച്ചാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കാണും. ഇതെല്ലാം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ചലഞ്ചസിനെ അവർ അഭിമുഖീകരിക്കാൻ അവർ അപ്രാപ്തരാണ് എന്നുള്ളത് പോലെ തന്നെ ഈ ഷെയിം എന്നുള്ളത്, ലജ്ജ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ് നമ്മളുടെ ഒരു കൾച്ചറിൽ, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് കൾച്ചറിലെല്ലാം തന്നെ. ഇന്ത്യൻ കൾച്ചർ അല്ല, എല്ലാ ട്രഡീഷണൽ കൾച്ചറിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനൊരു ദൈവികമായ ഭാവം, ദൈവികമായ ഒരു അർത്ഥം നമുക്കുണ്ട്. ഏദൻ തോട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണുന്നത് പിശാച് വന്ന് മനുഷ്യനോട് പറയുന്നത്, നീ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് അവൻ ഫില്ല് ചെയ്യേണ്ടതാണ്. ദൈവത്തെ പോലെ ആകണം, ദൈവത്തെ പോലെ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പിതാക്കന്മാർ പറയും, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജ് ഈസ് എ പൊട്ടൻഷ്യൽ, ലൈക്ക്നെസ് ഈസ് സംതിങ് വി നീഡ് ടു അക്കംപ്ലിഷ് എന്നുള്ളതാണ്, നമ്മളത് പ്രാപിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ തന്നെ മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ദൈവവുമായി നിരന്തരമായ ഒരു കമ്മ്യൂണിയനിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഈ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ മനുഷ്യരിൽ കാണുന്നുണ്ട്. ദൈവത്തോടുള്ള പൂർണ്ണ വിധേയത്വത്തിൽ, പൂർണ്ണ സംസർഗത്തിൽ ജീവിക്കണം. അതിന് ഇടങ്കോലിട്ടെന്ന് പറയുന്ന ആരാണ്? പിശാച് വന്നാണ്. ഞാനതിന് വിവരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. പിശാച് വന്ന് പറഞ്ഞു, നീ ദൈവത്തെ പോലാകും, അതുകൊണ്ട് ദൈവത്തെ അങ്ങ് റിജക്ട് ചെയ്താൽ മതി. യു ഹാവ് ടു റിജക്ട് ഹിം, എലിമിനേറ്റ് ഹിം ഫ്രം യുവർ ലൈഫ്, ആൻഡ് യു ക്യാൻ മേക്ക് യുവർ ഓൺ വിത്തൗട്ട് ഹിം.
ഇതാണ് പിശാച് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാപമെല്ലാം ഉണ്ടായത്. ഞാൻ അത് വിശദീകരിക്കാനല്ല. പക്ഷേ നമ്മൾ കാണുന്നത് ഈ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് ദൈവവുമായുള്ള സംസർഗത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ അവൻ മറ്റുള്ള അവന്റെ പാർട്ട്ണറുണ്ട്, മറ്റു സൃഷ്ടികളുണ്ട്, ഇതിൽ നിന്നെല്ലാം ഒരു ഡിസ്കണക്ഷൻ ഉണ്ടായി. അവൻ ലജ്ജയുള്ളവനായി. ലജ്ജ, ഭയം, ഇതെല്ലാം അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരികയാണ്. ലജ്ജയുണ്ടായി, അതുകൊണ്ടാണ് അവൻ പോയി ഒളിക്കുന്നു, മറയുന്നു, ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ലജ്ജയെല്ലാം വരുന്നു, അങ്ങനെ ഭാഗമായിട്ട് വരുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിശാച് ഇന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഒരു കമ്മ്യൂണിയനിൽ നിന്ന് നീ അങ്ങ് അകന്നു പോയാൽ നിനക്ക് നിന്റേതായ ഒരു ലോകം സൃഷ്ടിക്കാം, ഇല്ലേ? ഇപ്പൊ സെക്യുലർ വേൾഡ് ഇന്ന് നമ്മൾ പറയുന്ന അതാണ്. സോ വൈ ഡു നീഡ് എ കമ്മ്യൂണിയൻ? നിനക്കൊരു മനുഷ്യ ദൈവമായുള്ള സംസർഗം ആവശ്യമില്ല, പരസ്പര സംസർഗമില്ല. യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ സെൽഫ്. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയിലേക്കാണ് ആധുനിക ലോകം നമ്മെ നയിക്കുന്നത്. അവിടെ മറ്റുള്ളവർക്ക് സ്വന്തം ജീവിത പങ്കാളിയാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, ബന്ധുക്കളാകട്ടെ, സമൂഹമാകട്ടെ, ഇതൊന്നും നമുക്ക് പ്രധാനമല്ല. എന്നിൽ കേന്ദ്രീകൃതമായ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ഇന്നും മനുഷ്യനെ പിശാച് നയിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കുലർ ലോകം പറയുന്ന അതാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമുക്ക് യു ഡോണ്ട് ഹാവ് ടു കെയർ വറി അബൌട്ട് എനിബഡി, യു ഹാവ് ടു വറി അബൌട്ട് യുവർ സെൽഫ്. ഇതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇതിന് കരുതേണ്ട കാര്യമില്ല, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്റെ കംഫോർട്ട് ഇല്ല, നിന്റെ സന്തോഷം, നിന്റെ ഗ്ലോറി, അതാണ് നീ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എപ്പോഴും ഒരു സെക്കുലർ വേൾഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. പക്ഷെ ദൈവികമായ ജീവിതം അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമായുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവം നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാകണം, ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാകണം, ഇല്ലേ? മറ്റുള്ളവർ ക്രിസ്തുവിൽ കൂടെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ്, അല്ല ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ലൈഫ് അല്ല നമ്മൾ നയിക്കേണ്ടത്. ഇപ്പൊ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തിന്റെ, ഇല്ലേ, അമിതമായ സ്വയപ്രാധാന്യത്തിന്റെ ഒരു ജീവിത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോൾ ദൈവമായുള്ള ഒരു സംസർഗത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു, അവിടെ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഒരു സെൽഫ് സെന്റേർഡ്നെസ് വരിക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കുക. ദൈവം എനിക്ക് ആവശ്യമില്ല, ഈ കമ്മ്യൂണിയൻ എനിക്ക് വേണ്ട, ഇല്ലേ? ദൈവമായിട്ട് കമ്മ്യൂണിയൻ വേണ്ട, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിയൻ വേണ്ട, എൻ്റെ സന്തോഷം, എൻ്റെ സുഖം, അതാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ വളരെ ശക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുടുംബഛിദ്രങ്ങളിലേക്കും വ്യക്തി ബന്ധങ്ങളുടെ വിള്ളലുകളിലേക്കും സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലിലേക്കും ഐസൊലേഷൻ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്ന പ്രത്യേകത. അതുകൊണ്ട് ഇതിന്റെ തകരാറെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇത് ഐസൊലേഷൻ, ഇല്ലേ? അല്ല, ഒരു ഏകാന്തത, അതെല്ലാം ഉണ്ടാകുന്നു. ഷെയറിംഗ് ഇല്ല, കമ്പാഷൻ ഇല്ല, ദൈന്യത ഇല്ല, കരുണയില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു അപകടമാണ്. അപ്പോൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞ് നമ്മളെ അവിടെ പ്രതിഷ്ഠിച്ച് സ്വയപ്രാധാന്യം, ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുന്ന പരാജയമാണ് ഇതൊക്കെ എന്ന് നമ്മൾ ഓർക്കണം. അതിന്റെ പരിണിത ഫലമാണ് ലജ്ജ, ഷെയിം വന്നു ചേരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും എൻ്റെ സുഖങ്ങളും എൻ്റെ സന്തോഷവും എനിക്ക് അറ്റൻഷനും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ എനിക്ക് എന്തുണ്ടാകുന്നത് എന്താണ്? ഷെയിമാണ്, ഇല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പല ആളുകളും നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നത് അവരുടെ ഈ എക്സസീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദെയർ സെൽഫ്, അതാണ് അതിന് കാരണമായി തീരുന്നത് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ലജ്ജ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ശലോമോൻ ഇത് രണ്ടും ചേർത്ത് പറയുന്നത്. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഇല്ലേ? അപ്പൊ നമ്മള് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നിലേക്ക് എപ്പോഴും വരണം, ഞാനാണ് സെന്റർ ഓഫ് അറ്റൻഷൻ, എൻ്റെ സ്വയപ്രാധാന്യമാണ് പ്രധാനം, സ്വയം കേന്ദ്രീകൃതമായ ജീവിതമാണ് പ്രധാനമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് നമുക്ക് സൊല്യൂഷനായിട്ട് പറയുന്ന 2-3 കാര്യങ്ങൾ: അമിതമായ സ്വയപ്രാധാന്യവും അതുവഴി ഉണ്ടാകുന്ന അഹന്തയും നമ്മൾ ഒഴിവാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എനിക്ക് അമിതമായ ഒരു സ്വയപ്രാധാന്യം ഉണ്ടോ? ദൈവത്തെയും ചുറ്റുമുള്ള ലോകത്തെയും കൂടുതൽ ഏകാഗ്രതയോടുകൂടെ നോക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ
അറ്റൻഷൻ നേടുകയാണ് ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം എന്ന ചിന്ത നാം ഒഴിവാക്കണം. ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്തയെ മറികടക്കുവാൻ നാം ശ്രദ്ധിക്കണം. ദൈവത്തെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ദൈവമായുള്ള നിരന്തരമായ കമ്മ്യൂണിയൻ, നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ച വാക്കതാണ് സംസർഗം. ആ സംസർഗം ജീവിതത്തിൽ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ സമയം അത് അവസാനിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൽ വിജയികളായ ആളുകൾ ആരാണ്? ലോകത്തിൽ വിജയികളായ ആളുകൾ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, കൈൻഡ്നെസ് ഇങ്ങനെയുള്ള ജീവിത ഗുണങ്ങൾ കൊണ്ട് ലോകത്തെ വെട്ടിപ്പിടിച്ചവരാണ്. ക്രിസ്തു തന്നെ അതിന്റെ വലിയ ഉദാഹരണമാണില്ലേ? നമ്മൾ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇൻ യുവർ റിലേഷൻഷിപ്സ് വിത്ത് വൺ അനദർ ഹാവ് ദ സെയിം മൈൻഡ് സെറ്റ് ആസ് ക്രൈസ്റ്റ് ജീസസ്, who being in very nature of God did not consider equality with God something to be used to his own advantage. Rather, he made himself nothing by taking the very nature of a servant, being made in human likeness, and being found in appearance as a man. He humbled himself by becoming obedient to death, even death on a cross. നമുക്കറിയാവുന്ന വാക്കാണ്. അവൻ ദൈവമായുള്ള സംസർഗത്തിൽ നിന്ന് അല്ലെ സ്ഥാനത്തിൽ നിന്ന് സ്വയമേ ത്യജിച്ചു, ഇല്ലേ? എംപ്റ്റിനെസ്, ആ ഒരു വലിയ തിയറി തന്നെയാണത്. അവൻ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണയുള്ളവനായി തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതില്ല ആ ടോളറൻസ് ഒക്കെ വരുന്നത് വിനയത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ജഗടത്ത് അടിക്കുന്നവന് മറ്റൊരു ജഗട കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, ആ ഒരു ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത്, അത് വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ലെവലിലേക്ക് ജീവിതത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി അത് കാണിച്ചു കൊടുത്താണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ നമ്മളെ എതിർക്കുമ്പോഴും നമ്മൾ അക്ഷോഭ്യരായിരിക്കുക എന്ന് പറയുന്നത്, ഇല്ലേ? ജീവിതത്തിൽ ആ കോൺഫിഡൻസ്, ആ ടോളറൻസ് നമുക്ക് ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് അതൊരു വലിയ ഡിവൈൻ നേച്ചർ, ഡിവൈൻ വെർച്യു ആണ്. ഇപ്പം നമ്മള് താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്, അതാണ് രണ്ടാമത്തെ വാക്യം. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് താഴ്മയാണ്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാകേണ്ടതല്ല, ഒരു കൃത്രിമമായ താഴ്മയല്ല. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ദൈവസന്നിധിയിൽ നിരന്തരമായ അനുതാപത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന ഒന്നാണ് യഥാർത്ഥമായ അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് അഹന്തയുണ്ടോ, ഞാനെന്ന ഭാവമുണ്ടോ, ഒരു എക്സസീവ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം എപ്പോഴും നമ്മളെ നയിക്കേണ്ടതാണ്. പിതാക്കന്മാർ അനുതാപം എന്ന് പറയുന്നത് ഒരു പാട്ട് കേൾക്കുമ്പോഴോ ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന നൈമിഷികമായ ഒരു വികാര വേലിയേറ്റമല്ല, നേരെ മറിച്ച് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അവസ്ഥാവിശേഷമാണത്. നമ്മൾ പാപികളാണെന്ന് നമ്മളെ തന്നെ ബീറ്റ് ചെയ്യുകയല്ല, ഇല്ലേ? ഞാൻ കൊള്ളത്തില്ല, എന്നെ കൊള്ളത്തില്ല, ആ ഒരു ഒന്നല്ല അനുതാപം എന്ന് പറയുന്നത്. അതല്ല, പ്രത്യാശയോടുകൂടെ ദൈവത്തിന്റെ വാതിക്കൽ നിരന്തരമായി മുട്ടുകയും നമ്മുടെ ജീവിതത്തെ നിരന്തരമായി കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് അനുതാപം. അങ്ങനെയുള്ള ഒരു അനുതാപ ജീവിതത്തിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഒരു ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇന്നർ വർക്കാണ്, ആന്തരികമായ ഒരു പ്രവർത്തനമാണ്. നമ്മളെ മറ്റാരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേടിയെടുക്കാനോ ഉള്ളതല്ല. നമ്മുടെ ജീവിതത്തെ ദൈവാനുരൂപരായി ദൈവസ്വഭാവത്തിന് അനുരൂപമായി നിരന്തരമായി വളർച്ച പ്രാപിക്കുവാൻ. വീഴ്ച ഉണ്ടാകും, അവിടെ കുമ്പസാരമുണ്ട്, അവിടെ ആധ്യാത്മികമായ മാർഗങ്ങളുണ്ട്, അതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനുള്ളതായ മാർഗങ്ങളുണ്ട്. നമ്മൾ പൂർണ്ണരല്ല, ആ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് നമ്മുടെ എപ്പോഴെങ്കിലും നമ്മുടെ അമിതമായ പ്രാധാന്യം നമുക്ക് ജീവിതത്തിൽ വരുന്നെങ്കിൽ അതുപോലെ ലജ്ജയും നമ്മിലുണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ മറികടന്ന് നാം എന്തായിരിക്കുന്നു ആ അവസ്ഥയിൽ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾ വളരെ അനുഗ്രഹീതമായിരുന്നു എന്ന് പറയുന്നതിൽ തർക്കമില്ല. ആധുനിക ലോകത്ത് മനുഷ്യൻ കണ്ടെത്തേണ്ട ചില സ്വഭാവ
വൈശിഷ്ട്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അഹംഭാവം ഇല്ലാതെയാക്കുക എന്നുള്ളത്. ഞാനെന്നുള്ള ഭാവം, അഹം, ഞാന് എന്നുള്ള ഭാവം, അതിനെ ഇല്ലാതെയാക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടായ്മകൾക്ക് അർത്ഥമുള്ളൂ, ബന്ധങ്ങൾക്ക് അർത്ഥമുള്ളൂ, നമ്മുടെ സ്നേഹത്തിനൊക്കെ അർത്ഥമുള്ളൂ. അച്ഛനത് വളരെ ഭംഗിയായി ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകളിലൂടെ നമ്മളെ അത് പഠിപ്പിച്ചു. ഒരുപക്ഷെ പലരും കേട്ടിട്ടുള്ള ഒന്നാണ് ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്. എല്ലാവരും ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും, ചിലർ പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകമായി അത് പഠിച്ചിട്ടുണ്ടാവും, പാരഡൈസ് ലോസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ വളരെ സുന്ദരമായ ഒരു ചിത്രീകരണമുണ്ട് സാത്താനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും. സാത്താൻ എങ്ങനെയാ സാത്താൻ ആയത് എന്നുള്ളൊരു ചിത്രീകരണം. അതിങ്ങനെയാണ്, ഒരു ദിവസം സാത്താൻ ഇരുന്ന് ചിന്തിച്ചു, എനിക്കെന്താ ദൈവമായാൽ? സാത്താൻ ഈ മാലാഖമാരുടെ ഇടയിൽ ഉള്ള ഒരു മാലാഖയായിരുന്നു. സാത്താൻ ചിന്തിച്ചു, എനിക്കെന്താ ദൈവമായാൽ എന്താ, ദൈവത്തെ പോലെ ആയാൽ എന്താ, ഇത്രയും സ്നേഹവും കരുതലും മാലാഖമാരുടെ ശുശ്രൂഷയും ഒക്കെ കിട്ടിയാൽ എന്താ? അങ്ങനെ കുറെ ആളുകളെ കൂട്ടിയാണ് ദൈവത്തിന് വിരോധമായി സമരം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അയാളുടെ ചിന്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സാത്താൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇനി അഥവാ ഞാൻ അവിടുന്ന് പുറത്തായാലും പ്രസിദ്ധമായ സാത്താന്റെ വാക്കുകൾ, ഇറ്റ്സ് ബെറ്റർ ടു ദ കിങ് ഓഫ് ഹെൽ ദാൻ ബി എ സെർവന്റ് ഓഫ് ഹെവൻ. ഇറ്റ്സ് ബെറ്റർ ടു ബി ദ കിങ് ഓഫ് ഹെൽ ദാൻ ബി എ സെർവന്റ് ഓഫ് ഹെവൻ. സ്വർഗത്തിൽ ഒരു സേവകനായിരിക്കുന്നതിനേക്കാൾ നരകത്തിൽ രാജാവായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് അഹംഭാവം. യഥാർത്ഥത്തിൽ അഹംഭാവത്തിന്റെ ഏറ്റവും നല്ല ഒരു വിശദീകരണം അതാണ്. സ്വർഗീയമായ ബന്ധങ്ങളും സ്വർഗീയമായ അനുഭവങ്ങളെയും നഷ്ടപ്പെടുത്തി ഞാനാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നവും. അവനവനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനും അവനവനെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ശ്രദ്ധയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് മനുഷ്യൻ വരുമ്പോൾ ഞാനെന്ന ഭാവം, ഞാനാണ് എല്ലാം എന്ന് എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക്, ഞാൻ ശരിയാണെന്നും അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ ശരിയാണെന്നും എന്നിലേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം, ആരെയും എനിക്ക് കേൾക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ തോന്നുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് അച്ഛൻ ഇന്ന് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥപൂർണമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ആ ചിന്ത നമ്മെ അനുഗ്രഹത്തിനാക്കി തീർക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും ആദരവും ഈ സമയത്ത് സമർപ്പിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മാത്യു കോശി അച്ഛനിൽ കൂടി ദൈവം കേൾപ്പിച്ച ദൂതന് ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛനും നന്ദി അർപ്പിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാർസിസ്റ്റിക് ബിഹേവിയർ കൊണ്ട് ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. അവരെ പ്രാർത്ഥനയിൽ അർപ്പിക്കുന്നു. സ്വയകേന്ദ്രീകൃതമായ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഒരുപാട് സൗകര്യങ്ങളുള്ള ഈ ലോകത്ത് അത് ഏദൻ തോട്ടത്തില് ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് സാത്താൻ പ്രലോഭിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. സ്വയം കറക്റ്റഡ് ആവാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിപ്പാനും ദൈവം നമ്മളെ സഹായിക്കണമേ. ആന്തരികമായ രൂപാന്തരവും വീഴുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് ഓടുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് നിരന്തരം നമുക്ക് ഇതേപോലെ സ്വയം പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ഇതുപോലെ പ്രാർത്ഥന കൂട്ടായ്മയിലും നമുക്ക് കണ്ണുനീരോടെ യാചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നു. പരിശുദ്ധ പാവാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെ, അച്ഛന്മാരെ, സഭാ നേതാക്കന്മാരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. സഭ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സഭയുടെ തർക്കങ്ങളും ഒക്കെയും മറ്റു മനുഷ്യരുടെ മുൻപിൽ
കർത്താവിനെ അപമാനമാകാൻ ഇടയാകരുത് എന്ന് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് നമുക്ക് സ്വയം താഴ്ത്തിക്കൊണ്ട് എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടിയും നാം വിട്ടുവന്ന ദേശത്തിന് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടിയും നമുക്ക് യാചിച്ചുകൊണ്ടേയിരിക്കാം. ഓരോ ഇടവകയുടെയും അച്ഛന്മാരെയും അതേപോലെ തന്നെ ശമാശമാശമാർ, കൊച്ചമ്മമാർ, സിസ്റ്റർമാർ, എല്ലാ ദൈവീയ പ്രവർത്തനങ്ങൾക്കായിട്ട് അവരവരുടെ ജീവിതം അർപ്പിച്ച എല്ലാ മക്കളെയും ഇനി അർപ്പിക്കാനിരിക്കുന്ന മക്കളെയും സമർപ്പിക്കാം. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവവേല ചെയ്യുവാനുള്ള കൃപ ലഭിക്കണമെന്നും ആൾട്ടർ ബോയ്സിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മർത്തമറി സമാജം പ്രവർത്തനങ്ങൾ നടത്തുന്ന മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ സുഖമില്ലാതെ ഇരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും പ്രത്യേകിച്ച് പൈങ്ങോലി അച്ഛനെയും ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചമ്മയും കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. ജോസഫ് എന്ന് പറഞ്ഞ ഒരു മകൻ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നമ്മ ഫിലിപ്പ്, സാബു, കുരുവിള, അലക്സ്, ജോളി, എലിസബത്ത്, മേരി, സോണിയ, ജേക്കബ് 2 പേര്, നെയ്ഥൻ, നോവ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ബെഞ്ചമിൻ, എബ്രഹാം, ഓസി ചെറിയാൻ, ക്രിസ്റ്റ ജോസഫ് 2 പേരുണ്ട്, ലിസി ബിജി, ജെസി, റോസമ്മ, നിഷ 54 വയസ്സുള്ള കുര്യൻ, സ്പൈൻ ക്യാൻസർ ആണ്, ഭയങ്കര വേദനയിലാണ്. ഇത്രയും പേരെ മാത്രമേ പേരുകൾ വായിച്ചുള്ളൂ എങ്കിലും ധാരാളം റിക്വസ്റ്റുകളുണ്ട്. ഇന്ന് വരെയും ദൈവം സൗഖ്യം തന്ന എല്ലാവർക്കും സ്തോത്രം പറഞ്ഞുകൊണ്ടും എല്ലാവരുടെയും മനസ്സിലുള്ള റിക്വസ്റ്റുകളും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ടും സൗഖ്യമാക്കാനിരിക്കുന്നവരെയും സൗഖ്യം ലഭിച്ചവരെയും സൗഖ്യം ലഭിച്ചില്ലെങ്കിലും ദൈവം തമ്പുരാന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്കിതിനെല്ലാം തരണം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി വീണ്ടും യാചിച്ചുകൊണ്ട് ഇവരെല്ലാം വീണ്ടും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. നമ്മോട് പ്രാർത്ഥനയ്ക്കായിട്ട് റിക്വസ്റ്റ് വെച്ചപ്പോൾ തന്നെ റിക്വസ്റ്റ് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നതിനും സ്തോത്രം പറയുന്നു. ഡാലസ് റീജിയനിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ജെനുവീവ് ലിയാൻ ജോൺ. ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ പ്രയർ ലൈനിലേക്ക് സ്വാഗതം പറയുന്നു. ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി സ്തോത്രം. റിനെ, എലിസബത്ത്, രഞ്ജിത്ത് ആൻഡ് റൂബി, എലിസബത്ത് ആൻഡ് ഫ്രാൻസിസ്, ബെൻസൺ ആൻഡ് അഞ്ജു, രൂപ ആൻഡ് സന്തോഷ്, അതുപോലെ എല്ലാവരുടെയും മനസ്സിലുള്ള ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ളവർക്ക് സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഈ സമയത്ത് വിഷൻ റെസ്ക്യൂ, CF ഈ അതുപോലെ വിശ്രാന്തി, കാരുണ്യ നിലയം, ആശ്രയ, പ്രശാന്ത, ഈ വോളണ്ടറി സംഘടനകളെയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഡോക്ടേഴ്സായിട്ട് സേവനം ചെയ്യുന്നവരും അതുപോലെ അല്ലാതെ അതിൽ പ്രവർത്തിക്കുന്നവരും സേവനം ചെയ്യുന്നതോടൊപ്പം ദൈവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഞാൻ മാതാരയുടെയും സേഫാനോ സഹോദരിയുടെയും എല്ലാം മാധ്യസ്ഥം യാചിക്കുന്നു. സാംക്രമിക രോഗങ്ങൾ എല്ലായിടത്തും പടർന്നു പിടിച്ചിരിക്കുന്നു. ഈ സമയത്തെല്ലാം ഏത് ഭവനത്തിൽ ചോദിച്ചാലും രോഗാവസ്ഥയിലാണ്. സർവശക്ത ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കാലിഫോർണിയയിലെ സൂചിപ്പിച്ചുവല്ലോ, കാലിഫോർണിയ പോലെ തന്നെ അറ്റ്ലാന്റയിലും ഇവിടെ എല്ലാം പ്രതീക്ഷിക്കാത്ത പ്രകൃതി ക്ഷോഭങ്ങളുണ്ട്. ദൈവം തമ്പുരാനെ കൃപയുണ്ടാകണമേ, എല്ലാവരെയും നേരിടാനുള്ള പ്രാപ്തി എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയമാവുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സൂയിസൈഡ് ടെൻഡൻസിയും ഡിപ്രഷനും ഇതുപോലെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള മക്കളും അസുഖ സൗകര്യങ്ങളുടെ ഇടയിൽ അവർക്ക് ദൈവത്തെ വിളിക്കുന്നതിന് സാധിക്കാത്ത മക്കളുണ്ട്. കണ്ണുനീരോടെയുള്ള യാചന ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും കേൾക്കും. നമ്മെ ഓരോരുത്തരെയും തന്നെ കറക്റ്റ് ചെയ്യാനും ശുദ്ധീകരിക്കാനും കുഞ്ഞുങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ ദൈവം ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് ദൈവാനുരൂപികളായിട്ട് വളരുവാനും തീർച്ചയായും ഇടയാകുന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്ട്രെസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജിയാൻ, ജോയൽ, എവ്ലിൻ, മാത്യു ഇവർക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് 2 ആൻമാരുണ്ട്, എലിസബത്ത്മാര്, ആൽബിറ്റ്, കരോളിൻ, റോഹൻ, ഹാന, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ദിവസം സമർപ്പിക്കുന്നു. മേഘൽ മാത്യുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജയിൽ ജീവിതം ഉള്ള മക്കളെ, വിശക്കുന്നവരെ, വസ്ത്രമില്ലാതെ പാർപ്പിടമില്ലാതെ വലയുന്നുണ്ട്. പ്രത്യേകിച്ച് നോമ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നമുക്ക് ഏത് വിധത്തിൽ അവരെ സഹായിക്കാൻ സാധിക്കും. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സഹായം ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരെ സാമ്പത്തികമായി നല്ല കഴിവുള്ളവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം.
ജേണിലായിരുന്ന സുമ തോമസ്, അച്ചാമ്മ, ധാരാളം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേണി ചെയ്യുന്ന എല്ലാവരും ദൈവസന്നിധി സമർപ്പിക്കുന്നു. മണപ്പള്ളി ചർച്ച്, സെയിന്റ് തോമസ് ചർച്ച് നോർത്ത് കരോളിന, ഈ ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, അറ്റ്ലാന്റ സെയിന്റ് തോമസ് ചർച്ച്, സെയിന്റ് ബർണബാസ് ചർച്ച്, എബി ഫിലിപ്പച്ചന്റെ ചർച്ച്, എല്ലാ ചർച്ചസിനെയും പ്രത്യേകമായിട്ട് കൺസ്ട്രക്ഷനിലും ഇരിക്കുന്ന ചർച്ചസിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. രേഷ്മ, 2 രേഷ്മമാർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. 3ാമത് ഒരു രേഷ്മയും കൂടെ ഉണ്ട്. ആ രേഷ്മയ്ക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെല്ലാം ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ലഭിച്ചവർക്ക് സ്തോത്രത്തോടെ സന്നിധിയിൽ വളർത്തുവാൻ ചിത്ര, ഷെറിൽ, ക്രിസ് മേരിയ, ചിന്നു, ക്രിസ്റ്റി, ബ്ലസ്സി കൊച്ചമ്മ, അതുപോലെ ദീപ കൊച്ചമ്മ, എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികൾ ലഭിച്ചവർ സ്തോത്രത്തോടെ ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താര, ജോജി, റീനു, മറിയ, ഒരുപാട് ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇനിയും നമ്മളെ വിട്ടുപോയ കാര്യങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യയിലും മറ്റും അതുപോലെ പല സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളായി പീഡ അനുഭവിക്കുന്നവരുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും വിഷമിക്കുന്നവരെയും ദൈവസന്നിധി, രാഷ്ട്രം ഭരിച്ചു നടത്തുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുന്നവരെ, ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കളെല്ലാം, അഭിഷിക്തരെ, ജോർജ് കോശിയച്ചൻ, വൈ ജോണച്ചൻ, അവരുടെ ആത്മാക്കളെയും ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. 2 എലിസബത്തുമാര്, സാറ മാത്യു, ഏലിയാമ്മ ജോഷ, കെ സാമുവൽ, റജി ഫിലിപ്പ്, ജോയ് ഫിലിപ്പ്, അതുപോലെ എല്ലാ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ടവരെ, നേരത്തെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി എന്നും ഓർത്ത് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നാം വിട്ടുപോയ കാര്യങ്ങളും സമർപ്പിക്കുന്നു. എല്ലാ ആവശ്യത്തിലിരിക്കുന്നവരെയും വിശുദ്ധിയിലേക്ക് നമ്മെ വളർത്തുന്നതിനും ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ടെസ്സിയാണ്. ടെസ്സിയെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുടുംബത്തെ സമർപ്പിക്കുന്നു. ഒന്നുകൂടി മീഗൾ മാത്യുവിനെയും സമർപ്പിക്കുന്നു. ഇപ്പോഴ് നമ്മള് പ്രത്യേകം ദൈവഹിതം അനുസരിച്ച് മക്കളെ കൊണ്ടുപോകുന്നതിനും നമ്മൾ ഏത് പ്രൊഫഷനാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയില്ല. മെഡിസിനും ഒക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഒരു MBBS വിദ്യാർത്ഥിയായിട്ട് ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരു മകന്റെ കാര്യം ശ്രദ്ധയപ്പെട്ടു. ആ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയും മക്കളെ മെഡിസിനൊക്കെ പഠിപ്പിക്കുന്ന മക്കളുണ്ട്. അവരെ സമർപ്പിക്കുന്നു. ഏത് പ്രൊഫഷനാണേലും ദൈവഹിതം അനുസരിച്ച് നമുക്ക് ജീവിക്കത്തക്കവണ്ണം കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാപ്തരാക്കണമെന്നും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ടെസ്സിയെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. ടെസ്സി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ആന്റി. കേൾക്കാമല്ലോ? കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം വാക്യം. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം നീക്കും തന്നെ. ആമീൻ. കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ദിവസം കൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുത്തെ തിരുസന്നിധിയിൽ ഒന്നിച്ചുകൂടി അവിടുത്തെ സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അടിയങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കും അന്ത്യം വരെയും അടിയങ്ങളുടെ അവസാന ശ്വാസം വരെയും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അവിടുന്ന് നൽകി തന്നിരിക്കുന്ന ഓരോ കൃപകൾക്കും അടിയങ്ങൾ ഓർക്കുന്നു. നാഥ, ഞങ്ങൾക്ക് കൂടി ആരാധിപ്പാനായിട്ട് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ ഓർഗനൈസേഷനെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന നാഥ, അടിയങ്ങൾക്ക് പാർക്കാനായിട്ട് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ ദേശം, അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭവനം, ജോലി, കുടുംബജീവിതം, കുഞ്ഞുങ്ങള്, എല്ലാത്തിനുമായിട്ട് അവിടുത്തെ തിരുസന്നിധിയിൽ അടിയങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നാഥ, ഈ സഭയെ നയിക്കുന്ന ബാബാ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പട്ടക്കാര് എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നാഥ, സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തെ നയിക്കുന്ന വാനിയോസ് തിരുമേനിയെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മകൃപയിൽ നിറച്ച് ഓരോ ചർച്ചിനെയും അതിലെ നയിക്കുന്ന പട്ടക്കാരെയും ശുശ്രൂഷക്കാരെയും വിശ്വാസികളെയും നയിപ്പാനുള്ള കൃപ നൽകണമേ.
കർത്താവേ, മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും എല്ലാം സമർപ്പിക്കുന്ന നാഥ, അവിടുത്തെ വേലയ്ക്കായിട്ട് അവിടുത്തെ പാത്രമായി അവരെ തീർക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവേ, മർത്തമറിയം സമാജ ഓർഗനൈസേഷനെയും അതിനെ നയിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഓർഗനൈസേഷനെ അവിടുത്തെ കൃപയാൽ നയിച്ച എല്ലാ ലീഡേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഐസക് പ്രകാശച്ചനെ, സുനു, ലിനി കൊച്ചമ്മ, റീജിയണൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അച്ഛന്മാര്, യൂണിറ്റ് ലെവൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർക്കുന്നു നാഥ. വളരെ ഫ്രൂട്ട്ഫുള്ളായി കഴിഞ്ഞ ഒരു വർഷക്കാലം നയിപ്പാന് അവിടെ നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടുന്ന് നൂറുമേനി കർത്താവെ അനുഗ്രഹത്തെ ചൊരിഞ്ഞു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഈ പുതിയ വർഷത്തില് തിരഞ്ഞെടുക്കപ്പെട്ട എബി അച്ഛന്, ഷീന, എല്ലാ റീജിയണൽ സെക്രട്ടറിമാര്, യൂണിറ്റ് ലെവൽ ലീഡേഴ്സിനെയും തക്കതായ കൃപയാൽ അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ നയിക്കുന്ന എലിസബത്ത് ആന്റിയെയും കുടുംബത്തെ ഓർത്തു പ്രാർത്ഥിക്കുന്ന നാഥ. കൃപയോടെ നയിപ്പാനുള്ള കൃപ അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഇനി പ്രാർത്ഥനാ യോഗത്തിൽ പാട്ട് പാടിയവര്, വചനം വായിച്ചവര്, പ്രാർത്ഥിച്ചവര് എല്ലാവരെയും ഓർക്കുന്നു നാഥ. അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപ്രദമായി പ്രാർത്ഥനയെ അവിടുന്ന് നയിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന നാഥ. കർത്താവേ, ഇന്ന് മെസ്സേജ് നൽകിയ മാത്യു കോശി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുവചനത്തിൽ നിന്നും അഹങ്കാരം വരുമ്പോൾ ലജ്ജയുണ്ടാകുമെന്നും താഴ്മയുള്ളപ്പോൾ ജ്ഞാനം ഉണ്ടാകുമെന്നുള്ള തിരുവചനത്തെ അടിയങ്ങൾ കേൾക്കുവാനിടയായല്ലോ നാഥ. ഞാനെന്ന അഹങ്കാര ഭാവം വെടിഞ്ഞ് താഴ്മയുള്ളവരായി ദൈവ സ്വഭാവത്തിനുടമകളായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറന്ന് ദൈവീക ജ്ഞാനത്തിന് അടിയങ്ങളെ യോഗ്യരാക്കണമേ നാഥ. സ്വർഗീയ പിതാവേ, നിന്റെ ജീവവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവ ഞങ്ങളുടെ കാലുകൾക്ക് വെളിച്ചവും ഊടുവഴികൾക്ക് പ്രകാശവും വഴികാട്ടിയുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കേട്ട തിരുവചന പ്രകാരം അഹങ്കാരത്തെ വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ പ്രയർ സെൽ ഒഴുകി വരുന്ന രോഗികളുടെ പ്രാർത്ഥനാ ലിസ്റ്റ് അവിടുന്ന് കാണുന്നുണ്ടല്ലോ നാഥ. പ്രാർത്ഥനയ്ക്കായിട്ട് ഇന്ന് പേര് സമർപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താലെ കഷ്ടപ്പെടുന്നവര്, ഓട്ടിസം എന്ന രോഗത്താലെ കഷ്ടപ്പെടുന്നവര്, സർജറിക്കായിട്ട് ഒരുങ്ങുന്നവര്, സർജറി കഴിഞ്ഞ് അതിന്റെ റിക്കവറിക്കായിട്ട് കാത്തിരിക്കുന്നവര്, കർത്താവേ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവേ കുഞ്ഞുങ്ങളായി അവിടുത്തെ സ്തുതിച്ചു വാഴ്ത്തുന്നവര്, കർത്താവെ കോളേജിലൊക്കെയും പഠിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു പോയിരിക്കുന്നു. കർത്താവെ അഡ്മിഷനായിട്ട് കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നു നാഥ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവര്, ആനിവേഴ്സറി ആഘോഷിക്കുന്നവര്, കർത്താവെ വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്നവര്, കർത്താവെ തക്കതായ തുണയെ ലഭിക്കാതെ കർത്താവെ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവര്, കർത്താവെ ഇന്നലെ ഈ പ്രയർ ലിസ്റ്റിൽ കർത്താവെ അവിടുന്ന് എലിസബത്ത് ആന്റി കർത്താവെ പറഞ്ഞ് ഓരോരുത്തരെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥ. കർത്താവേ, അടിയങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, യാചനകൾക്ക് അവിടുന്ന് ഉത്തരമരുളുന്നവനാണല്ലോ നാഥ. കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വാർദ്ധക്യം നരകമുള്ള കാലത്ത് അവിടുന്ന് കാവലും കോട്ടയുമായിരിക്കുന്നവനാണല്ലോ നാഥ. അവിടുന്ന് സഹായിക്കണമേ. ദൂരസ്ഥരും സമീപസ്ഥരുമായ അടിയങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ ഓരോരുത്തരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുന്ന് കരുണ തോന്നണമേ. നിത്യമായ സമാധാനത്തിന് അടിയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ നാഥ. അവിടുത്തെ തിരുവചനം പോലെ അടിയങ്ങളുടെ സമാധാന നദി പോലെയും അടിയങ്ങളുടെ നീതി തിരമാലകൾ പോലെയുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവേ, വിഘ്നായ മോശയും സഹോദരങ്ങളാൽ തള്ളപ്പെട്ട ജോസഫിനെയും അവിടുന്ന് ഉപയോഗിച്ചതുപോലെ അടിയങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ. അവിടുന്ന് നൽകിയ എല്ലാ കഴിവുകളും അവിടുത്തെ തിരുനാമ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. യാചനകൾക്ക് അവിടുന്ന് ഉത്തരമരുളുന്നവനും വിലപിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസം പകരുന്നവനും രോഗികൾക്ക് സൗഖ്യം നൽകുന്നവനുമാണല്ലോ പിതാവേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവനെ, നിന്നോട് ഞങ്ങൾ ഒരു മനസ്സോടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും അവിടുന്ന് കരുണ തോന്നണമേ നാഥ. അടിയങ്ങളുടെ കുറ്റങ്ങളും പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്മയ്ക്കായിട്ട്
അവിടുത്തെ തിരുനാമ മഹത്വത്തിനുമായിട്ടും തീരണമേ നാഥ. ഈ പ്രാർത്ഥനയെ അവിടുത്തെ കർത്താവേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ സുഗന്ധ ദീപം പോലെ ഈ പ്രാർത്ഥനയെ അവിടുന്ന് ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൽ കൂടി വന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും കർത്താവേ ഓരോരുത്തരെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ പുരോഹിതന്മാരെയും കർത്താവെ, ഓരോ അമ്മമാരെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയവും അവിടുത്തെ തിരുസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ കൃപകൾക്ക് യോഗ്യമായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെയും സകല മധ്യസ്ഥന്മാരുടെയും നാമത്തിൽ സമർപ്പിക്കുന്ന നാഥ, പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ, യാചനകൾക്ക് മറുപടി നൽകണമേ പുണ്യപിതാവേ. ആമേൻ. ആമേൻ. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകയിന്മേലും ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ഭദ്രാസന ട്രഷറായിരിക്കുന്ന ഷീനയുടെ പിതാവിന്റെ സഹോദരൻ PO വർഗീസ്, 87 വയസ്സ്, മണക്കാലായിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇപ്പോഴാണ് വിവരം അറിഞ്ഞത്. MMVSന്റെ എല്ലാ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കാം അച്ഛൻ. ഇപ്പൊ മോളി ഒരു താങ്ക്സ് പറയുന്നത്. താങ്ക് യു ആന്റി. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി നേരുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിന് നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുകയും ദൈവവചനത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നത് അഗാധമായ ഒരു പദവിയാണ്. അത് സ്വീകരിക്കാൻ എല്ലാവർക്കും അവസരമില്ല. ഈ അനുഗ്രഹം നമ്മൾക്ക് നൽകിയതിന് ഞാൻ ദൈവത്തോട് അങ്ങേയറ്റം നന്ദി കരയറ്റുന്നു. നമ്മുടെ ഭദ്രാസ് അധീപൻ അഭിമന്യ ഇവാനിയോസ് തിരുമേനി ഈ മീറ്റിംഗ് സാധ്യമാക്കുന്നതിന് തിരുമേനിയുടെ മാർഗനിർദ്ദേശത്തിനും അചഞ്ചലമായ പിന്തുണയ്ക്കും നന്ദി തിരുമേനി. നമ്മൾ കേട്ടതുപോലെ പല വ്യക്തികൾ മനോഹരമായി പാട്ടുകൾ പാടുകയും വ്യക്തതയോടെ തിരുവെഴുത്തുകൾ വായിക്കുകയും ഹൃദയംഗമായ ആമുഖ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇവയെല്ലാം നല്ലൊരു ഭാവം നമ്മുടെ യോഗത്തിന് ആദ്യമേ നൽകി. ഓരോരുത്തരുടെയും വിലയേറിയ സംഭാവനകൾക്ക് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഇന്നത്തെ പ്രധാന ധ്യാന മെസ്സേജ് തന്ന ബഹുമാനപ്പെട്ട മാത്യുക്കോശ് അച്ഛനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അച്ഛന്റെ സന്ദേശം പ്രായോഗികവും മനസ്സിലാക്കാൻ എളുപ്പവും ഉദാഹരണങ്ങളാൽ സമ്പുഷ്ടവുമായിരുന്നു. നന്ദി അച്ഛൻ. കൂടി വന്നിരിക്കുന്ന എല്ലാ വന്യ അച്ഛന്മാരെ ഓർക്കുകയും നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായി MMBS വൈസ് പ്രസിഡന്റ് എബി എബ്രാം അച്ഛന്റെ എല്ലാ സേവനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. പേരെടുത്ത് പറയേണ്ട പലരുമുണ്ട്, സമയക്കുറവ് മൂലം ക്ഷമിക്കുക. പക്ഷേ എലിസബത്ത് ആന്റി, പേര് പറയാതെ വയ്യ. ആന്റിയുടെ എല്ലാ പ്രവർത്തിക്കും നന്ദി. നല്ല ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആന്റി സമൂഹത്തിന് ഒരു അനുഗ്രഹമായി വളരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു മോളി. നന്ദി പറഞ്ഞ ആന്റിക്കും നന്ദി. താങ്ക് യു അച്ഛാ. ഓക്കെ, അടുത്ത പ്രാർത്ഥനയിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ അച്ഛൻ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.